ഹലോ, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അവൻ്റെ ഈമാനാണ്. എന്നാൽ ഈ ഈമാന് എപ്പോഴും ഒരുപോലെ നിലനിൽക്കണമെന്നില്ല. അത് ചിലപ്പോൾ വർദ്ധിക്കും, ചിലപ്പോൾ കുറയും. എന്നും ഈമാൻ നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഖുർആനുമായിട്ടുള്ള ആത്മബന്ധം നിലനിർത്തുക. ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥം ചിന്തിക്കുകയും ചെയ്യുന്നത് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങൾ ഹൃദയത്തിന് ശാന്തിയും വിശ്വാസത്തിന് കരുത്തും നൽകുന്നു. ദിവസവും നമ്മൾ ഒരു ദിവസം ഒരു നിശ്ചിത ഭാഗം ഖുർആൻ അർത്ഥസഹിതം ഓതാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ ചെറുതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഖുർആനുമായിട്ട് ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഭാഗം, ദിവസവും ഒരു ചെറിയ ഭാഗം മാത്രം ഓതാനും അതിൻ്റെ അർത്ഥം വായിക്കാനും ശ്രമിക്കുക. അടുത്തത്, ദിക്റുകളും ദുആകളും ശീലമാക്കുക. എപ്പോഴും അല്ലാഹുവെ ഓർക്കുന്ന ഹൃദയത്തിൽ ഈമാൻ ഒരു ഉന്മേഷത്തോടെ നിലനിൽക്കും. വിശേഷിച്ചും ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുക. സ്വാലിഹീങ്ങളായ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. നമ്മുടെ ഈമാനിനെ സ്വാധീനിക്കുന്നതിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. അല്ലാഹുവെ ഓർമ്മിപ്പിക്കുന്നവരും നന്മയിലേക്ക് നയിക്കുന്നവരുമായ സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ കൂട്ടുക. തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. ഇതെല്ലാം ഈമാനിനെ നമ്മുടെ കൂടെ നിലനിർത്താൻ സഹായിക്കും. പരലോക ചിന്തയും മരണസ്മരണയും ഉണ്ടാവുക. ഈ ദുനിയാവ് താൽക്കാലികമാണെന്നും നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയണമെന്നുള്ള ചിന്ത ഈമാനിന് കാവലായി നിൽക്കും. മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ക്ലാസുകൾ കേൾക്കുന്നത് ഹൃദയത്തിലെ കടുപ്പം കുറയ്ക്കാൻ സഹായിക്കും. മനുഷ്യരായതുകൊണ്ട് നമ്മൾ തൗബ ചെയ്യാൻ ശ്രമിക്കുക. മനുഷ്യരായതുകൊണ്ട് തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. തെറ്റുകൾ ഹൃദയത്തിൽ കറുത്ത പാടുകൾ വീഴ്ത്തുകയും ഈമാൻ കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ ഓരോ ദിവസവും അറിയാതെ വന്നു പോയ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് നമ്മൾ മാപ്പിരക്കുക. നമ്മുടെ ഹൃദയം അല്ലാഹുവിൻ്റെ കൈകളിലാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാമെന്നും ബോധ്യമുള്ളവർ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥനയും ദിക്റും ചൊല്ലിക്കൊണ്ടിരിക്കണം. പടച്ചവനോട് സംസാരിക്കുക. വെറുതെ ദിക്റുകൾ ചൊല്ലുക എന്നതിലുപരി മനസ്സ് തുറന്ന് അല്ലാഹുവിനോട് സംസാരിക്കാനും സങ്കടങ്ങൾ പറയാനും നമ്മൾ എപ്പോഴും അല്ലാഹുമായിട്ടുള്ള ആത്മബന്ധം നിലനിർത്താൻ സഹായിക്കും. നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് അല്ലാഹുവിനോട് ശുക്ർ പ്രകടിപ്പിക്കുക. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് അല്ലാഹുവിനോട് നന്ദി പറയുകയും ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കാൻ സഹായിക്കും. സൗമ്യമായ സംസാരവും പെരുമാറ്റവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. കോപത്തെ നിയന്ത്രിക്കുന്നതും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതും വിശ്വാസിയുടെ ഈമാനിൻ്റെ അടയാളമാണ്.
മനസ്സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ അള്ളാഹുവിലേക്ക് അർപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ ഈമാൻ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈമാന് കുറയാതിരിക്കാൻ മഹാന്മാർ പഠിപ്പിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സന്തോഷവേളയിൽ അള്ളാഹുവെ ഓർക്കുക. നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത സുഖകരമായ സാഹചര്യങ്ങൾ അള്ളാഹുവെ ഓർക്കുകയും അവന് ശുക്ർ ചെയ്യുകയും വേണം. നിങ്ങൾ സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവെ ഓർത്താൽ നിങ്ങൾക്ക് പ്രയാസമുള്ളപ്പോൾ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കാവൽ ആഗ്രഹിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്നവനെ അള്ളാഹു എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കും. നീ അള്ളാഹുവെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും എന്ന തത്വം ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കുക. മൂന്നാമത്തേത് വിധിയിലുള്ള വിശ്വാസം. ജീവിതത്തിൽ സംഭവിക്കുന്ന ലാഭനഷ്ടങ്ങൾ അള്ളാഹു നിശ്ചയിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. ലോകം മുഴുവൻ ഒന്നിച്ചു ശ്രമിച്ചാലും അള്ളാഹു വിധിക്കാത്ത ഒന്ന് നമുക്ക് ലഭിക്കില്ലെന്നും അള്ളാഹു വിധിച്ചത് തടയാൻ ആർക്കും കഴിയില്ലെന്നുമുള്ള ബോധ്യം ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. നാലാമത്തേത് നിരന്തരമായ പ്രാർത്ഥന. ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മഹാന്മാർ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് ഈമാൻ സലാമത്തോടുകൂടെ പൂർണ്ണതയോടുകൂടെ മരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അഞ്ചാമത്തേത് അള്ളാഹുവിൻ്റെ നിരീക്ഷണം. നമ്മുടെ ഓരോ ചലനങ്ങളും സംസാരങ്ങളും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഈ ചിന്ത നമ്മളെ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഈമാനെ ദൃഢമാക്കാനും സഹായിക്കും. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും അത് കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ.